നമ്മുടെ കപ്പയും ബീഫും ഏകദേശം റെഡി ആയിക്കണം. നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരു നാടൻ സെറ്റപ്പിൽ കുക്ക് ചെയ്തേക്കാണ്. നല്ല പുകയുടെ മണമൊക്കെ ഉണ്ട്. നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു ബീഫ് പിന്നെ കപ്പ. അപ്പോൾ നമ്മൾ ഈ കപ്പയുടെ ഒരു കുഞ്ഞൊരു ഇത് കണ്ടോ, നല്ല കുഴാന്നിരിക്കുന്ന കപ്പ, എന്നിട്ട് നല്ല നെയ്യുള്ളൊരു ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇത് ഇപ്പോഴേ വെള്ളം വേണം. അപ്പോൾ എല്ലാവർക്കും ഫിൻലാൻഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ നോക്കി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ബീച്ചിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു ഗ്രില്ലിംഗ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മളെല്ലാവരും വിളിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫും കപ്പയായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇന്ന് ബീഫെല്ലാം കട്ട് ചെയ്ത് കഴുകി റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ആദ്യമേ തന്നെ ബീഫങ്ങ് അടുപ്പത്ത് തരാൻ നോക്കി. അപ്പോൾ അത് വെന്ത് കിട്ടുമ്പോഴത്തേക്കും ബാക്കി പരിപാടികൾ കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ബീഫ് ഇത് വയ്ക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഈ പുറത്ത് പോയി കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളും വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ സിമ്പിളായിട്ട് ഇത് ചെയ്യാനുണ്ട്. പക്ഷേ എന്നാൽ ടേസ്റ്റ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരിക്കലെങ്കിലും പുറത്ത് വിറകടുപ്പിൽ പാചകം ചെയ്തവർക്ക് അതിൻ്റെ ഒരു രുചി. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, നാടൻ ഗരം മസാല, അത്രയും സംഭവങ്ങളാണ് ആഡ് ചെയ്യുന്നത്. നമ്മളൊരു ചില്ലി ബീഫ് വരാട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചില്ലി കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പിള്ളേർ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് ഒത്തിരി ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കപ്പ നേരെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലൻസ് പരിപാടികൾക്ക് ഒത്തിരി താമസം ഉണ്ടാകത്തില്ലോ. അപ്പോൾ നമുക്കിവിടെ ഫ്രോസൺ കപ്പയാണ് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തൊണ്ട് പൊളിക്കുകയോ അങ്ങനെ നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ല. നേരെ നമ്മൾ പാക്കറ്റ് പൊടിച്ച് അടുപ്പത്ത് കയറ്റി കഴിഞ്ഞാൽ സംഭവം അത് റെഡിയായി. അങ്ങനെ അപ്പോൾ നമ്മൾ ബീഫിൻ്റെ അകത്തേക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പൊടിയും സംഭവങ്ങളെല്ലാം നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സവാള നമ്മൾ കുറച്ച് കൂടുതലിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നെയ്യൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ കുറച്ച് സവാള കൂടുതലിടുമ്പോൾ അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്, ഈസി ആയിട്ട്. മറ്റേ സാധാരണയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ വഴറ്റി പൊടിയെല്ലാം വറുത്ത് ഇതൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഗ്രില്ല് പ്ലേസിലേക്ക് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നന്നായിട്ട് ഇതെല്ലാം മാറിനിട്ട് ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിലൊരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു രുചി തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴുകി അത് ഊറ്റി കളയാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഓൾറെഡി കുറച്ച് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ അരപ്പിൽ നമുക്ക് തേങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ കാന്താരി മുളക്, അതാണ് ഹൈലൈറ്റ്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ, പിന്നെ കുറച്ച് ജീരകവും ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളിട്ട് നന്നായിട്ട് അരച്ച അരപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ശരിക്കും വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ബീഫ് വേവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിലൊരു കല്ലെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എയറൊന്നും പുറത്തേക്ക് ഒത്തിരി പോവാതെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ എനിക്ക് ബീഫിനേക്കാളും കൂടുതൽ കപ്പ ആണ് ഒരു രക്ഷയില്ലാത്ത. ശരിക്കും അത് മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടോ, നല്ല കറിവേപ്പിലയുടെയും കാന്താരിയുടെയൊക്കെ ഒരു മണം നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ടെംപ്റ്റിംഗ് ആയിട്ട്. എനിക്ക് കാന്താരിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല ഒരു കപ്പ എന്തായാലും നല്ല സെറ്റപ്പായി. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ ഓൾറെഡി ഇറങ്ങിയതൊക്കെ ചെറുതായിട്ട് പറ്റി വന്നു. അപ്പോൾ നമ്മൾ തീ ഒത്തിരി ഒന്നും കൂട്ടിയിടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീയിൽ നിന്ന് മാറ്റി ഇളക്കി വിടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വിറകടുപ്പായതുകൊണ്ട് തന്നെ അടി പിടിക്കാനും കരിയാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീ മാക്സിമം കുറച്ച് വെക്കണം. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റിയൊരു വേവായെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞൊരു പുളിയും പിന്നെ
അതെല്ലാം ഒന്ന് എന്തെങ്കിലും ഓവറായിട്ട് സ്പൈസും കാര്യങ്ങളും അതെല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റിലാവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചുകൊണ്ട് വീണ്ടും മൂടി വെച്ച് നമ്മൾ വേവിക്കുവാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും തീ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടി പിടിക്കുകയോ അങ്ങനെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. നമ്മളെപ്പോഴും മീറ്റ് ഐറ്റംസൊക്കെ ഒരു തീ കുറച്ചൊരു മീഡിയം ഹീറ്റിൽ ഇച്ചിരി സമയം എടുത്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ സ്ലോ കുക്ക് ചെയ്ത സംഭവം ഏകദേശം അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞങ്ങൾ പയ്യെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒരു പിള്ളേരൊപ്പം കളിച്ച് ഇച്ചിരി റിലാക്സ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബീഫ് വേവാനായിട്ട്. ബീഫിൻ്റെ അകത്തുനിന്ന് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ആവിയൊക്കെ പറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും ഇവിടെയുള്ള ഫിനിഷുകാരൊക്കെ ബീച്ചിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താ ഈ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ നല്ല ബീഫ് വരട്ടുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ ഇവരെന്താ ഈ കുക്ക് ചെയ്യുന്ന ഒരു കൗതുകം അവരുടെ മുഖത്ത് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് നന്നായിട്ട് മൂടി വെച്ചു ഒരു കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അത് വീണ്ടും നമ്മൾ പയ്യെ എല്ലാവർക്കും വിശപ്പായി കഴിയുമ്പോഴത്തേക്കും പിന്നെ എടുത്തൊന്ന് ഇളക്കിയിട്ട് ഫുഡ് വിളമ്പാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല അടിപൊളി നല്ല നെയ്യും ബീഫിൻ്റെ നല്ല ഇറച്ചിയൊക്കെ നല്ല അത്യാവശ്യം മുറുക്കമുണ്ട് എന്നാൽ സോഫ്റ്റാണ് അങ്ങനെ. പക്ഷേ കപ്പയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു കളറും പിന്നെ ആ ഒരു അരപ്പ് തേങ്ങയൊക്കെ ചേർത്ത് മറ്റേ കാന്താരയൊക്കെ ചേർത്തുള്ളത് ഒരു രക്ഷയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ളൊരു കപ്പ ഞാൻ കഴിച്ചേക്കണേ. അപ്പോൾ ആ കപ്പ ഇങ്ങനെ നന്നായിട്ട് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലേക്കൊരു 2 സ്കൂപ്പ് ബീഫ് ഉലർത്തിയതും കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തേക്കുള്ളൂ പിന്നെ വേറെ ഒന്നും വേണ്ട. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ മതി. ആ മഞ്ഞ കളറിൻ്റെ മുകളിലേക്ക് നല്ല ചുവപ്പ് കളറിൽ നല്ല അടിപൊളി നല്ല പോത്ത് വരട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പതിയെ ഭക്ഷണമൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വലിയ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരും ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി. വെള്ളത്തിന് നല്ല ചൂടെന്ന് പറയുമ്പോൾ ചെറിയ തണുപ്പ് ഇപ്പോഴും ഉണ്ട്. അത് നല്ല ഹെവി സമ്മറായി കഴിയുമ്പോൾ ആണ് വെള്ളത്തിന് തണുപ്പൊക്കെ പോയി മാറുള്ളൂ. അപ്പോൾ പോകാൻ നേരത്ത് ദാവിദ് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. പുള്ളി നേരത്തെ തന്നെ ചേച്ചിമാരെ കൂടെ വണ്ടിക്കകത്ത് കയറി സെറ്റപ്പായിട്ട് ഇരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അവൻ ആ വണ്ടി തന്നെ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിള്ളേരെ കൊണ്ട് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഐസ്ക്രീം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 ഐസ്ക്രീം കൂടി നമ്മൾ മേടിച്ചു. അപ്പോൾ കലാശക്കൊട്ട് പോലെ ഒരു ചെറിയ മധുരമൊക്കെ നമ്മൾ കഴിച്ച് അവിടെ നിന്ന് പയ്യെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി.